പിന്നെ നമ്മൾ കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ മണിക്കൂറുകൾ നീളുകയാണ് ഈ തെളിവെടുപ്പും കാര്യങ്ങളുമൊക്കെ. വിജയന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. കുഴിയിൽ ഇരുത്തിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഇൻക്വസ്റ്റിനു ശേഷം മൃതദേഹം ഇവിടെ നിന്ന് മാറ്റും. വിജയനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ ചുറ്റികയും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. നന്ദുഷയുണ്ട് നമുക്കൊപ്പം. നന്ദു, മണിക്കൂറുകൾ നീണ്ടുനിന്ന തെളിവെടുപ്പ്, അതിനൊടുവിൽ ഇപ്പോഴിതാ വിജയന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെത്തി. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നന്ദു? സേതു, ഏതാണ്ട് 9:30 രാവിലെ 9:30 ആരംഭിച്ച പോലീസിന്റെ പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മണിക്കൂറുകൾ നീണ്ട ഈ പരിശോധനയ്ക്കൊടുവിൽ വിജയനെ കുഴിച്ചിട്ടു എന്ന് പ്രതികൾ പറഞ്ഞ സ്ഥലത്ത് വിശദമായ രീതിയിൽ പരിശോധന നടത്തുകയുണ്ടായി. അവിടെ കുഴിയെടുത്ത് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം ഇരുത്തിയ നിലയിൽ അവിടെ നിന്നും കണ്ടെത്തിയത്. ഏതായാലും ഈ മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്നും മാറ്റും. പ്രാഥമികമായിട്ടുള്ള പരിശോധനകളുമൊക്കെ തന്നെ ഈ വീട്ടിനുള്ളിൽ നിന്നും പൂർത്തിയായ നിലയിലാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് അറിയിച്ചത്. മൃതദേഹങ്ങളുടെ രാസപരിശോധനകൾ മറ്റൊരു സ്ഥലത്ത് വെച്ചായിരിക്കും. പോസ്റ്റ്മോർട്ടം ചിലപ്പോൾ ഇവിടെ വെച്ച് തന്നെ ആകാനാണ് സാധ്യത. ഏതായാലും ഒരു മോഷണ കേസിന് തുടർന്നുണ്ടായിട്ടുള്ള പ്രതികളുടെ മൊഴികളുടെയും അതിനുശേഷം നടത്തിയ പരിശോധനകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വളരെ വലിയ 2 കുറ്റകൃത്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ പരിശോധനകൾ പൂർത്തിയാക്കി മൃതദേഹം മാറ്റിയ ശേഷം ഇവിടെ നിന്ന് മാറ്റിയ ശേഷം അടുത്ത സ്ഥലമായിട്ടുള്ള സാഗര ജംഗ്ഷൻ, കട്ടപ്പന സാഗര ജംഗ്ഷനിലെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് ഈ 4 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കുഴിച്ചിട്ടു എന്ന് പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായ മൊഴികളിൽ നിന്ന് വ്യക്തമായത്. അവിടെ ഒരു തൊഴുത്തിൽ കുഴിച്ചിട്ടു നിലയിലാണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം ഉണ്ട് എന്ന തരത്തിലാണ് ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും വെളിപ്പെടുത്തൽ വന്നത്. ഏതായാലും നിലവിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശോധനകൾ ഏതാണ്ട് വളരെ വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ്, ഫോറൻസിക് സംഘം എല്ലാം തന്നെ ഇവിടെ എത്തി പരിശോധനകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. രാവിലെ മുതൽ 9:30 മുതലാണ് പരിശോധനകൾ ആരംഭിച്ചത്. മണിക്കൂറുകൾ നീണ്ട ഈ പരിശോധനകൾ ഉച്ചവരെ നീണ്ടു. ഉച്ചയോടെയാണ് മൃതദേഹം കിടന്നതിന് തൊട്ട് മാറി വലിയ രീതിയിലുള്ള ഒരു കുഴി എടുക്കുകയും ഈ കുഴി നീട്ടി മൃതദേഹം എത്തിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിക്കുകയും അവിടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു. വിജയന്റെ മൃതദേഹമാണ് ഇപ്പോൾ ഇവിടെ ഈ കാഞ്ചിയാറിലെ വാടക വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത്. ഇതിനുശേഷം തുടർന്നുള്ള പരിശോധനകൾ ഫോറൻസിക് ടീമിന്റെ ശാസ്ത്രീയ വശങ്ങളുടെ ഒക്കെ പരിഗണിച്ചായിരിക്കും ഇനി രാസപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മൃതദേഹത്തിന്മേൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിനുശേഷം ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സാഗര ജംഗ്ഷനിലെ വീട്ടിലേക്ക് പരിശോധനകളുമായി മുമ്പോട്ട് പോകാനാണ് പോലീസ് സംഘത്തിന്റെ തീരുമാനം. ചെയ്തു. ശരി നന്ദു, എന്താണെങ്കിലും ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞൊരു കേസ്. അതിലാണ് ഇപ്പോൾ ഓരോന്നായി ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും മരിച്ച അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ വിജയന്റെ മൃതദേഹം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇരുത്തിയ നിലയിലാണ് അദ്ദേഹത്തെ കുഴിച്ചിട്ടിരുന്നത്. ഒപ്പം തന്നെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും പോലീസ് കണ്ടെടുത്തു. നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്.